ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് ആയാലോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നത്, വീഡിയോ എടുക്കണത്. അപ്പോൾ ഞാൻ എന്നെക്കൂടെ കഴിഞ്ഞ ഇതൊക്കെ ഞാൻ വീഡിയോ എടുത്തേക്കണം കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ നീച്ചയൊക്കെ ഒന്നും നിർത്തിട്ടില്ല, കാരണം കുട്ടീനെ മദ്രസക്ക് പറഞ്ഞേക്കാണേ. പിന്നെ ആ ടൈമിൽ നമുക്ക് തിരക്കുള്ള ടൈമല്ലേ. അപ്പോൾ ഞാൻ മദ്രസക്ക് പോയിട്ട് പിന്നെ ഞാൻ വീഡിയോ എടുക്കണം കേട്ടോ. അപ്പോൾ നെയ്ച്ചോറാണ് ചായക്ക് കടിയൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ അതൊക്കെ ഞാനും ഉപ്പിയും ഉമ്മയും രണ്ട് കുട്ടികളായിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ചായടിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പാത്രങ്ങളൊക്കെ കൈകിട്ട് വിചാരിച്ചിക്കാണ്ട് പാത്രങ്ങളൊക്കെ എടുത്തേക്കട്ടെ. അപ്പോൾ ഓനോട് നിലത്ത് കിടത്തിക്കാണ്. അപ്പോൾ ഓനെ മുട്ടുത്തി നടക്കുകയാണ് കേട്ടോ. അപ്പോൾ വേഗം ഞാൻ പാത്രം കരയുമ്പോഴത്തേന് പാത്രങ്ങളൊക്കെ വേഗം കൈകിക്കട്ടെ വിചാരിച്ച് ഫോൺ ഞാൻ അവിടെ തിണ്ടുണ്ട് അതിൻ്റെ മേലെ വെച്ചിക്കട്ടോ. അതാണ് ഇത്ര അടിക്ക് നല്ല തോന്നുന്നു, ഉയരത്തുനിന്ന് വീഡിയോ എടുക്കണ പോലെ. അപ്പം ഞാൻ മേലെ അവിടെ ഫോൺ വെച്ചിക്കണം കേട്ടോ. അങ്ങനെ ഞാൻ വേഗം പാത്രം കഴുകിക്കാം കേട്ടോ കരയുമ്പത്തിന്. അപ്പം ഉമ്മ ഉണ്ട്, ഉമ്മ റബ്ബർ വെട്ടീനു, അത് പാല് എടുക്കട്ടെ പറഞ്ഞിട്ട് പോയതാണ് കേട്ടോ ഉമ്മ. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നമ്മളെ പാത്രം കഴുകൽ കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടുണ്ട് കേട്ടോ തിണ്ടൊക്കെ. ഇനി പരക്കും, കാരണം ഞാൻ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അപ്പം അതിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടാവും കഴുകാൻ. എന്നാലും ചായ കൂടി കഴിഞ്ഞൊക്കെ ഒന്ന് ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ആക്കും കേട്ടോ. പിന്നെ കുട്ടിക്ക് നെസ്റ്റിൻ്റെ ഫോർമുല മിൽക്ക് കൊടുക്കാൻ വേണ്ടിക്കാണ് ഓന് കരഞ്ഞപ്പോൾ ഓനക്ക് കൊടുത്തു കേട്ടോ. അപ്പോൾ എന്ന് രാവിലെ കൊടുക്കും കേട്ടോ അത്. പിന്നെ അത് കഴിഞ്ഞൊക്കെ ഞാൻ കോഴിക്കളെ വിടട്ടെ വിചാരിച്ചുകൊണ്ട് പോയി. അത് പോയപ്പോൾ ഉമ്മ ഉണ്ടായിരുന്നു തോട്ടത്തിൽ. അപ്പം ഉമ്മ പറഞ്ഞു ഇതൊക്കെ വീഡിയോ എടുത്ത് കാണിച്ചു കൊടുത്തുള്ളതാണ്. അപ്പോൾ നേരെ ഉമ്മാനത്തേക്ക് അങ്ങോട്ട് പോയിട്ടോ. അപ്പം ഉമ്മ തന്നെ കേട്ടോ വെട്ടലും പാലൂറ്റലും സീറ്റാക്കലൊക്കെ. ഇപ്പം അവിടെ തൊടുവിൽ പണിയുണ്ട്. അപ്പം ഇപ്പം അവിടെ പണിയെടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ കോഴിക്കളെ ഇടട്ടെ വിചാരിച്ച് പോയിട്ടോ വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞ്. അപ്പോൾ കോഴിക്കളൊക്കെ വിട്ടു കേട്ടോ. പിന്നെ കോഴിക്കുള്ള മുട്ട ഉണ്ടാക്കിയപ്പോൾ പൊട്ടിച്ചും കേട്ടോ കോഴിക്കൾ തന്നെ ചവിട്ടിക്കാണ്ട്. പിന്നെ വേസ്റ്റ് ഇട്ട് കൊടുത്ത് അത് കഴിഞ്ഞ് ഞാൻ ഉള്ളിലേക്ക് പോയിട്ട് അടുക്കളയിലേക്ക് പോയി. പിന്നെ പയറുണ്ടായിട്ടോ ഫ്രിഡ്ജിൽ. അപ്പോൾ അതെടുത്തേക്കാണ്ട് വേഗം ഉപ്പേരിക്ക് അത് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ. അങ്ങനെ അത് അരിഞ്ഞ് പുറത്തന്നെ നമ്മൾ ചോറ് വെന്ത അടുപ്പിൽ തന്നെ അത് വെക്കാൻ നിന്നിട്ട് ഞാൻ. അങ്ങനെ ചോറിന് നല്ലോണം തീ എത്തിച്ചിട്ടോ. ഇപ്പം ഏകദേശം വേവാനെങ്കിൽ അപ്പം നല്ല വേവുള്ള അരിയാണ്, 2 മണിക്കൂറിൻ്റെ വേവൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ അത് ഊറ്റാൻ ടൈം എടുക്കും. അപ്പം ആ ടൈം കൊണ്ട് തന്നെ വേഗം ഞാൻ പയർ അടുപ്പത്തേക്കാൻ വേണ്ടിക്കാണ്ട് അതിക്കുള്ള ഉപ്പും പച്ചമുളകും വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ റെഡിയാക്കി വെച്ചിട്ട്. അപ്പം ചിലവിൽ വെള്ളത്തിൽ വെക്കുക, ചിലവിൽ തൂമിച്ച് കണ്ട് അങ്ങനെയും വെക്കും കേട്ടോ. അപ്പം ഞാൻ ഇവിടെ വെള്ളത്തിൽ വെച്ചിട്ട് പിന്നെയാണ് തൂമിച്ചത് കേട്ടോ. അത് ചോറൊക്കെ തിളച്ച് വന്നിട്ട് ഞാനത് വേഗം ഊറ്റിയാണ് കേട്ടോ. അപ്പം ചോറിൻ്റെ കുടുക്ക ഞാനൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിക്കാണ്ട് ഉപ്പേരിക്കുള്ള പയറിൻ്റെ ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടു. അപ്പോൾ തീ നല്ലോണം കത്തിയുണ്ടായിന്. പിന്നെ വേഗം അവിടെ തന്നെ വെച്ചിട്ടോ. അപ്പം ആ അടുപ്പിൻ്റെ അവിടെ തന്നെ നമ്മൾ വിറക് വെക്കാൻ തിണ്ടുണ്ടാക്കിക്കണം കേട്ടോ. ചോറൂറ്റിലെ കഴിഞ്ഞ് ഞാൻ വേഗം ഉപ്പേരി തൂമിച്ചാൻ വേണ്ടിക്കാണ്ട് ചുള്ളി തൊളിച്ച് അത് അരിഞ്ഞിക്കാണ്ട് ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ തന്നെ തൂമിച്ചൊക്കെ ആ ചട്ടി തന്നെ തൂമിച്ചാൽ വിചാരിച്ച്. അപ്പോൾ പയർ വെന്തിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വേഗം പയർ അവിടെ നിന്ന് തന്നെ തൂമിച്ചു കേട്ടോ. ആ പയർ വേറെ പാത്രത്തേക്ക് ഒഴിച്ചിക്കാണ്ട് ആ ചട്ടിന്ന് കഴിക്കാണ്ട് അവിടെ തന്നെ വെച്ച് തീ കത്തണെങ്കിൽ പിന്നെ നമുക്ക് വേഗം ഉണ്ട് കേട്ടോ, എളുപ്പമാകും. പുറത്തുനിന്ന് തന്നെ വേഗമൊക്കെ കഴിയും കേട്ടോ. അപ്പോൾ
ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി ഞാനതും ചോറൊക്കെ ഉള്ളിലേക്ക് കൊടുന്ന് വെച്ചിട്ടോ. പിന്നെ മാങ്ങ ഇട്ടിട്ട് അപ്പം ഉമ്മ മാങ്ങ കൊണ്ടുവരുന്നുണ്ട് ചമ്മന്തി ഉണ്ടാക്കാറുണ്ട്. അപ്പം വേഗം ചമ്മന്തി ഉണ്ടാക്കാൻ നിന്നിട്ടോ. കുട്ടി ഉറങ്ങിയിട്ട് ആ ടൈമിൽ വേഗം പണിയെടുക്കാൻ നിൽക്കണം കേട്ടോ. അപ്പോൾ ചമ്മന്തി ഞാൻ വേഗം ഉണ്ടാക്കിട്ടോ. അപ്പോൾ തേങ്ങ ഞാൻ ചിലപ്പോൾ ഞാൻ ചൂയിന്നെടുത്തുകാണ്ട് അങ്ങനെ അരക്കൂട്ടോ. ചിലപ്പോൾ ഞാൻ ചിരവും, അല്ലെങ്കിൽ ഞാൻ ചൂയിന്നെടുത്തുകാണ്ട് അരക്കും. അപ്പോൾ ചൂയിന്നെടുത്താൻ അരക്കാൻ എനിക്ക് അങ്ങനെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ വേഗം അത് കാട്ടും. അത് കഴിഞ്ഞിട്ട് ഞാൻ വെള്ളരിക്ക ഉണ്ടായിനി. അപ്പോൾ വെള്ളരിക്കും തക്കാളി മോര് പാത കറി ഉണ്ടാക്കാൻ നിന്നിട്ടോ. അപ്പോൾ അങ്ങനെ അതും ഉണ്ടാക്കിട്ടോ. അപ്പം കറി ഉണ്ടാക്കി, കറി കടുകർത്ത ആ അടുപ്പിൽ തന്നെ ഞാൻ വേഗം പപ്പടം പൊരിച്ചിട്ടോ. അത് കഴിഞ്ഞിട്ട് ഇപ്പം ചിക്കൻ കൊടുത്തിട്ടോ. അപ്പം അതും വേഗം ഉണ്ടാക്കിട്ടോ. അതിൻ്റെ ഇടയിൽ കുട്ടി ഓനെ കുളിപ്പിച്ച് ഓനക്ക് ഫുഡ് കൊടുത്ത് ഓനെ ഉറങ്ങിട്ടോ. പിന്നെ ഞാൻ മുറ്റത്തേക്ക് നോക്കിയപ്പോൾ ഭയങ്കര മയക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇമ്മ അവിടെ മാവുമ്പന്ന് മാങ്ങ ഫുള്ള് പറിച്ചിക്കണം കേട്ടോ. അത് കേടന്നിട്ട് കിളിച്ചുണ്ട മാങ്ങയാണ് കേട്ടോ. അപ്പോൾ അത് കേടന്നിട്ട് അത് ഫുള്ളായിട്ട് പറിച്ചിക്കണം കേട്ടോ. അപ്പോൾ കാണിച്ചു തരട്ടോ, മാങ്ങ പറിച്ച് കൊടുന്നിക്കണം. അങ്ങനെ മാങ്ങ തിന്നലും കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള സ്ഥലം കൂടി അടിച്ചു തരട്ടെ വിചാരിച്ച് പോയിട്ടോ. റൂമിലത്തെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി വിരിച്ചിട്ടു കേട്ടോ. ചിലപ്പോൾ കുട്ടി കുറച്ച് നേരമൊക്കെ ഉറങ്ങും, ചിലപ്പോൾ അതിനെ വെച്ച് വേഗം നീക്കൂട്ടോ. പിന്നെ കുട്ടി കിടക്കണ റൂമിലേക്കാ പോയത് കേട്ടോ. പിന്നെ മെല്ലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വീശി പോ നിൽക്കാൻ കേട്ടോ. കാരണം എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നുണ്ടോ നോക്കി കേൾക്കാൻ നീക്കാൻ. അപ്പം അതുകൊണ്ട് തന്നെ വേഗം അടിച്ചു വരി പോന്നിട്ട് അവിടുന്ന്. പിന്നെ തിരുമ്പാലുണ്ട്, അത് മെഷീനിക്ക് ഇടാൻ വിചാരിച്ച് അത് കൊടുത്ത് വെച്ചേക്കണം. പിന്നെ അതിൻ്റെ അടിയിൽ നാസി പിന്നെയും മാങ്ങയും കൊണ്ട് വരും കേട്ടോ. ഓന് ഉമ്മി മാങ്ങ തിന്നാണ്, അപ്പോൾ കൊടുന്നതാണ് കേട്ടോ. പിന്നെ തുടക്കലേ അടിച്ചു വാരലേ കഴിഞ്ഞ് ഞാൻ തുടക്കാൻ നിന്നിട്ട്. അപ്പോൾ അതൊന്നും ഫുള്ളായിട്ട് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പം അതിൻ്റെ ഒരു തുടക്കണ ഒരു ഭാഗം മാത്രം പറഞ്ഞു ഞാൻ എടുത്തര വീഡിയോ എന്നൊക്കെണ്ട് അത് അങ്ങനെ എടുത്തു കേട്ടോ. അപ്പം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടോ. അപ്പോൾ ഏകദേശം ഉച്ചക്ക് വരെയുള്ള പണി കഴിഞ്ഞിരിക്കണം കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടു വെക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് എടുക്കണ്ടായിരുന്നു മേലേക്ക്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പം ഇനി അടുത്ത വീഡിയോ കണ്ട് വീണ്ടും വരാം കേട്ടോ.